ഞാൻ ഒരു ഡിബേറ്റ് ഓപ്പൺ ചെയ്തോടെയാണ്. ഇന്ത്യയിലെ പുതിയ ട്രെൻഡിങ് സാധനമാണ് അരട്ട യൂസ് ചെയ്യണം, സോഹ യൂസ് ചെയ്യണം, ബോയ്ക്കോട്ട് അമേരിക്കൻ പ്രോഡക്ട്സ്. അപ്പോൾ ഞാൻ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് കിളി പോയ ഇതിൽ ഞാൻ ഗിറ്റ്ഹബിലോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സംശയത്തിൽ നെറ്റിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ട 3 സാധനമാണ്. ഒന്ന് പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോമിയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എഞ്ചിൻ. അത് നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റാണ്, അത് അമേരിക്കനാണ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് ഉറപ്പില്ല, ആയിരിക്കും, അല്ലാതിരിക്കില്ലല്ലോ. പിന്നെ വരുന്നത് എന്തരാണ് നമ്മുടെ സെർച്ച് എഞ്ചിൻ. ഇപ്പം നമുക്ക് ക്രോമിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ക്രോമിയോ വന്നിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതുണ്ടെങ്കിലേ വെബ്സൈറ്റ് റൺ ചെയ്യത്തുള്ളൂ. ക്രോമിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്, ക്രോമ്, ബ്രേവ് എന്തൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ഈ ക്രോമിയോ യൂസ് ചെയ്യുന്നവർ USA ആണ്. ഇപ്പോൾ ഈ ഊല ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ അവർ ക്രോമിയോ ഇല്ലാതെ വർക്കാവില്ല. അത് വീണ്ടും USA പോയാണ്. ഇനി അത് പോയിട്ട് ഒരു ഗിറ്റ് ഹബ്ബ്, പിന്നെ വരുന്നത് കിറ്റ് എന്നൊരു സാധനമുണ്ട്. ഇത് 2 സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം കോഡ് എവിടെയാണ് റൈറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ ആപ്ലിക്കേഷൻ ആയാലും എന്തരായാലും ഇതെല്ലാം അമേരിക്കനാണ്. അപ്പോൾ എന്തുമാത്രമാണ് ശരിക്കും നിങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ലടേ. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ ചർച്ച ചെയ്യണോ ചർച്ച ചെയ്ത് ഒരു ഡിബേറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. എൻജോയ്. പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയണം. നമുക്ക് വേദിക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിനെ ഡീപ്പായിട്ട് ഞാൻ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. അവർ ക്ലെയിം ചെയ്യുന്നത് സംസ്കൃതത്തിൽ എഴുതിയതാണെന്ന്. സോ ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, ഒരു ഗിറ്റപ്പ് പേജ് ഉണ്ട്. ഇവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസ്കൃതം ഒന്നും അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. ഇതിലെന്തൊക്കെയോ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയിൽ നോക്കേണ്ടതാണ്. ഇത് ട്രാൻസ്ലേറ്റഡ് പ്രോഗ്രാം, അത്തൻറ്റിക് പ്രോഗ്രാമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സാധനം കണ്ട് അത് ഒന്ന് അറിയിക്കാനത്രേ ഉള്ളൂ.